പഠിച്ചോനെ, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ റബ്ബ് എനിക്കതൊക്കെ പുറത്തു തരുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് സങ്കടപ്പെട്ടിരിക്കുന്ന ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്. പണ്ട് കാലത്ത് സഹാബത്തൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഉമർ എന്നൊരു മനുഷ്യൻ ജീവിച്ചിരുന്നു. വളരെ ശക്തനായിരുന്നു ആ മനുഷ്യൻ. അങ്ങനെ അദ്ദേഹം രാവിലെ തന്നെ വാളും എടുത്ത് ഇറങ്ങിയിരിക്കുകയാണ്. എന്തിനാണെന്നല്ലേ? കച്ചവട സംഘത്തിനോട് പണം ചോദിക്കുന്നതിന് വേണ്ടിയിട്ട്. ആദ്യം തന്നെ എത്തിയത് പാവപ്പെട്ട ഒരു കച്ചവടക്കാരൻ്റെ മുമ്പിലാണ്. അദ്ദേഹത്തിനോട് പണം ചോദിക്കുകയും അദ്ദേഹം പറഞ്ഞു, എൻ്റെ കയ്യിൽ ഇപ്പോൾ പണമില്ല, ഞാൻ കച്ചവടം ചെയ്തതിന് ശേഷം പണം ലഭിച്ചിട്ട് അത് നൽകാമെന്ന്. ആ ഒരു വാക്ക് കേട്ടതും ഉമർ തൻ്റെ വാളെടുത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ തല വെട്ടി അദ്ദേഹത്തിൻ്റെ 10 വിരലും മുറിച്ചെടുത്ത് ഞാൻ ഈ മാല കോർത്ത് അത് കഴുത്തിലിട്ടു. അങ്ങനെ അദ്ദേഹം അടുത്ത കച്ചവടക്കാരൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ആ പോകുന്ന വഴിക്ക് തന്നെ കഴുത്തിലിട്ട ആ വിരലുകളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ നെന്നിയിലൂടെ ഇങ്ങനെ രക്തം വാർന്നൊഴുകുകയാണ്. എന്നിട്ട് ആണ് അടുത്ത കച്ചവടക്കാരൻ്റെ അടുത്ത് പോകുന്നത്. ഇത് കാണുന്ന അടുത്ത കച്ചവടക്കാരൻ തൻ്റെ കുടുംബം വിറ്റിട്ടാണെങ്കിലും പണം ഈ ഉമർ എന്ന മനുഷ്യന് നൽകിയിരിക്കും. ഇത് ആരെക്കുറിച്ചാണ് പറയുന്നതെന്നറിയോ? നമ്മുടെ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്. ഒരു കാലത്ത് എല്ലാവരും പുച്ഛിച്ച് മോശക്കാരനാണെന്ന് എഴുതി തള്ളി പല രീതിയിലുള്ള തെറ്റുകളും ചെയ്ത മനുഷ്യനെ അള്ളാഹുക്കും റസൂലിനും ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യനാക്കി മാറ്റി. അദ്ദേഹത്തിന് റബ്ബ് പുറത്തു കൊടുത്തില്ലേ? അത്രയും വലിയ തെറ്റ് നമ്മൾ ആരോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ തെറ്റ് അള്ളാഹ് പുറത്ത് തരില്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കും. മാത്രമല്ല, മുത്ത് റസൂലുള്ളാഹി പറഞ്ഞത് എന്നാണ്, എനിക്ക് ശേഷം ഒരു പ്രവാചകൻ വരികയാണെങ്കിൽ അത് ഉമറാണെന്നാണ്. അത്രക്കും വലിയ പദവി നമ്മളെ റസൂല് ഉമർ റളിയല്ലാഹു അൻഹുവിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എത്രത്തോളം അള്ളാഹിൻ്റെ പക്കൽ സ്ഥാനമുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹിനോട് ചോദിച്ചാൽ അള്ളാഹു ആരെയും അടക്കുകയില്ല. നിങ്ങൾക്ക് അള്ളാഹു പുറത്തു തരിക തന്നെ ചെയ്യും. പൊറുക്കലിനെ തേടുന്നതും അള്ളാഹ്ക്ക് വളരെ ഇഷ്ടമാണ്. ഇത്രയും വലിയ തെറ്റ് ചെയ്ത മനുഷ്യനെ അള്ളാഹു ആരുടെ അടുത്താണ് അന്ത്യവിശ്രമം കൊള്ളിക്കുന്നത്? നമ്മുടെ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത്. അത് മാത്രം ചിന്തിച്ചാൽ പോരെ? നമ്മുടെ റബ്ബിന് അത്ര പണിയുള്ളൂ. നമുക്ക് പദവി തരാനും നമുക്ക് ഉയർച്ചയിൽ എത്തിക്കാനും അതുപോലെ തന്നെ താഴോട്ട് പോകാനും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് നന്ദി പറഞ്ഞും ഉറക്കനെ തേടിയും അള്ളാഹ്ക്ക് ഭയപ്പെട്ടുകൊണ്ടും ജീവിക്കുക. നമ്മുടെ ജീവിതം സന്തോഷകരമായി ആനന്ദകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ബൈ.